കഴിഞ്ഞ ദിവസം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരു ഭരതനാട്യ അരങ്ങേറ്റം നടന്നു. ചമഞ്ഞൊരുങ്ങി എത്തിയവർ ചില്ലറക്കാരല്ല, അമ്മയും അമ്മൂമ്മയും ഒക്കെ അടങ്ങുന്നതാണ് ആ സംഘം. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരു ഭരതനാട്യം അരങ്ങേറ്റം ഉണ്ടെന്ന് കേട്ടിട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു സാധാരണ അരങ്ങേറ്റമല്ല. എൻ്റെ ഈ ചുറ്റിലും സുന്ദരി കുട്ടികളായി മേക്കപ്പ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ അത്ര ചില്ലറക്കാരല്ല. അമ്മമാരും അമ്മായിയമ്മമാരും അമ്മൂമ്മമാരൊക്കെയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഡാൻസറും ഒപ്പം ടീച്ചറും ഉണ്ട്. അമ്മപ്പം ചേച്ചി പേരെന്താ? ഷീല. എത്ര വയസ്സായി? 65. എങ്ങനെയാണ് ഈ പ്രായത്തിൽ ഒരു അരങ്ങേറ്റം നടത്തിയ ആ ഒരു ഞാനിവിടെ എൻ്റെ കൊച്ചുമോളെ വിളിക്കാൻ വരും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇവിടെ വരാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ മറ്റുള്ള പ്രായമുള്ള പ്രായമുള്ള തന്നെ എൻ്റെ മകളെ പ്രായമുള്ളവരൊക്കെ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സസൈസ് എന്നുള്ള കണക്കിന് ഇവിടെ പഠിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ മക്കളെ പോലുള്ള അവരൊക്കെ തന്നെ എല്ലാവരും ആൻറ്റി അരങ്ങേറ്റം നടത്തുന്നതാണ്. അവരെല്ലാം എനിക്ക് പ്രോത്സാഹനം തന്നു. പിന്നെ ഞാനത് കഴിഞ്ഞ് മരുമകളോടും ഇവിടെ കളിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ മരുമകളും ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് അവളും പഠിക്കുന്നുണ്ട്. ഒരു 3 ജനറേഷൻ. അപ്പോൾ എൻ്റെ കൊച്ചുമോൾ ഇവിടെ ഉണ്ടായിരുന്നു. മോളിപ്പോൾ മദ്രാസിലേക്ക് ട്രാൻസ്ഫർ ആയി അങ്ങ് പോയത് കാരണം കൊച്ചുമോളിപ്പോൾ അല്ലെങ്കിൽ അവളും ഞങ്ങളെ കൂടെ അരങ്ങേറ്റത്തിനുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു? ചെറുപ്പത്തിൽ കളിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ, ഞാനൊരു 10 വയസ്സ് വരെയൊക്കെ എൻ്റെ അച്ഛൻ കലാമണ്ഡലത്തിൽ PRO ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നേ ഞങ്ങൾ കലാമണ്ഡലം ഇടയ്ക്ക് അച്ഛൻ്റെ കൂടെ എപ്പോഴും കാണാനൊക്കെ പോകും. അപ്പോൾ അങ്ങനെ ഭരതനാട്യവും കഥകളി എല്ലാം പരിപാടിക്കൊക്കെ പോകും. അങ്ങനെ കണ്ടിട്ടുണ്ട്. അന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ അച്ഛനും അമ്മയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പോൾ എൻ്റെ അനിയത്തി ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ മാസം കഴിഞ്ഞ് അവളും മോഹിനിയാട്ടവും ഭരതനാട്യമൊക്കെ ഇപ്പോൾ 58 വയസ്സ് റിട്ടയർ ആയതിനു ശേഷം നാട്ടിൽ അവളും നടത്തി ഭരതനാട്യവും മോഹിനിയാട്ടമൊക്കെ അരങ്ങേറ്റം നടത്തി. ഇപ്പോൾ അവൾ എൻ്റെ ഇവിടെ നിലമ്പൂരാണ്. അപ്പോൾ അവിടെ പഠിക്കുന്നു. അവൾ കുടുംബപരമായ ഒരു കലാകാരൻ ആണല്ലേ. ഇനി ഭാവി എന്താ പരിപാടി? ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ടീച്ചർ പേരെന്താ? ഷൈജ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ഏറ്റവും ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ തന്നെ 3 ജനറേഷനുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഏജിലൊക്കെ ആൻറ്റിയൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോൾ ഞാൻ ഇച്ചിരി ഏജ് ആയിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കുമ്പോൾ മിക്കവർക്കും ഉള്ളൊരു പറച്ചിലാണ് ഈ കുഞ്ഞിലേ തൊട്ട് ആഗ്രഹിച്ചിട്ട് നടന്നിട്ടില്ല, അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല, അന്നേ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരും വരുന്നത്. ചിലർ ഒന്ന് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അങ്ങനെയായിട്ട് വരാറുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷം തന്നെയാണ് എനിക്കും. ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് പ്രോത്സാഹിപ്പിച്ചായിരുന്നു ഞങ്ങളെ കേട്ടോ. അങ്ങനെ അല്ലെങ്കിൽ ഞാനൊക്കെ ഈ അരങ്ങേറ്റത്തിന് എന്നെ ഒരുക്കിയെടുക്കാൻ തന്നെ കുറച്ച് പ്രയാസമല്ലേ. അതൊക്കെ ടീച്ചർ തന്നിട്ട് ഞങ്ങൾ നല്ല സപ്പോർട്ടാണ് ടീച്ചർ ചെയ്യുന്നത്. അപ്പം ഇനി എന്താണ് ഇതുപോലെ ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരടുത്ത്, അല്ലെങ്കിൽ അതൊന്നും ആഗ്രഹിച്ച് നടക്കാത്തവരടുത്ത് എന്താ പറയുക? ശരിക്കും നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നടത്തണം. കാരണം നമുക്കൊരു ഒരു ജന്മം ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണം. ധാരണയാണ് നമുക്ക് കുറച്ച് ഒരു കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് ചെയ്യുന്നതിനോട് പലരും അങ്ങ് ബാക്കിലോട്ട് വരികയും നമ്മളെ കൊണ്ട് അത് പറ്റില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊക്കെയാണ് പലർക്കും ഉള്ള ഒരു ധാരണ. അതൊക്കെ ഒന്ന് മാറ്റാനും ആൻറ്റിയൊക്കെ പോലുള്ളവർ രംഗത്തോട്ട് വരണം. ഹസ്ബൻഡും കൂടി ഡാൻസ് കളിക്കാറുണ്ട്. ഞങ്ങൾക്കൊരു മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ അതേപോലെ ഓണാഘോഷം, ന്യൂ ഇയർ ഒക്കെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പലതിലും ഞങ്ങളും കളിക്കാറുണ്ട്. ഞാൻ ഹസ്ബൻഡും കൂടിയും കളിക്കാറുണ്ട് കപ്പിൾ ഡാൻസൊക്കെ. ഈ പ്രായത്തിൽ ഈ എനർജി എങ്ങനെ ഇത്ര എന്നിട്ട് നമ്മൾ മനസ്സിന് സന്തോഷവും നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും. അമ്മായിമ്മയുടെ കൂടെയാണ് സാധാരണ ഇങ്ങനെ ഒരു കാഴ്ച തന്നെ അപൂർവമാണ്. അമ്മായിമ്മയുടെ കൂടെ അരങ്ങേറ്റം നടത്തുന്നത് അങ്ങനെ നമ്മൾ വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. നമുക്കങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും എവിടുന്നും ഇല്ല. സോ ഒരു ഫ്രീഡം, ഫീലിംഗ് ഓഫ് ഫ്രീഡം മാത്രം. സന്തോഷം. തീർച്ചയായും അത് തന്നെയാണ്, നമ്മുടെ മനസ്സാണ് എല്ലാം. അപ്പോൾ ചേച്ചിയുടെ ഇവരെല്ലാവരുടെയും ഈ ചെലങ്കയുടെ സ്വരം അതങ്ങനെ താളത്തിൽ അങ്ങനെ പോട്ടെ. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ഐഷത്തുൽ ഷംന, News 18. ഹേമ കമ്മിറ്റി